സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ ചേരുന്നുണ്ട് സൗദിയിൽ നിന്ന്. ജലീലി, സൗദിയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം എത്തുന്നുണ്ടോ? ഉന്മേഷ്, സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഇന്ന് രാവിലെ പുലർച്ചെ റാസ് അൽ നൂർ ആരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ 2 ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അത് സൗദി പ്രതിരോധ സേന തകർക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക താവളം ഇവിടെയാണ്, പ്രധാനപ്പെട്ട സൈനിക താവളം ഇവിടെയാണ്. സൗദിയുടെ ഉടമസ്ഥതയിലുള്ള താവളമാണെങ്കിലും അമേരിക്ക ഇതാണ് ഉപയോഗിക്കുന്നത്. 5 ഡ്രോണുകൾ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ വന്ന 5 ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചു. വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച 5 ഡ്രോണുകളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു എന്ന് പ്രതിരോധ സേന വക്താവ് അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ഒക്കെ ഭീഷണിയാകുന്ന നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും മന്ത്രാലയ ഈ വക്താവ് വ്യക്തമാക്കി. സൗദിയിലെ അൽ ഖർജിലാണ് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. റിയാദിൽ നിന്നും ഏതാണ്ട് 80-90 കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. മധ്യ സൗദിയിലെ വിശാലമായ ഒരു മരുഭൂമി പ്രദേശത്താണ് ഉള്ളത്. ആയതിനാൽ തന്നെ മികച്ച സുരക്ഷാ കവചം നൽകുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ വ്യോമ സുരക്ഷാ നീക്കങ്ങൾ പ്രധാന ഹബ്ബായി കൂടി ഈ എയർബേസ് കണക്കാക്കപ്പെട്ടിരുന്നു. ഇവിടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ സജ്ജമാണ്. അമേരിക്കൻ സൗദി സേന സംയുക്തമായി ആണ് ഇത് നടത്തുന്നത്. അവരുടെ അമേരിക്ക സൗദി സഹകരണത്തിന് പ്രധാന ഒരു കേന്ദ്രം കൂടിയാണ് പ്രിൻസ് സുൽത്താൻ എയർബേസ്. ഇറാനുമായുള്ള ബന്ധം ഇതോടുകൂടി ഇറാൻ നേരത്തെ ഇന്ന് രാവിലെ നടന്നത് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയല്ല, എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും സൗദി UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായ ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ നയതന്ത്ര ബന്ധം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ സൗദിക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ അയച്ചുവിട്ടിരുന്നത്. സൗദിയിലെ പല എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും ഹൂത്തികൾ ഇറാന്റെ സഹായത്തോടെ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും എംബസികളൊക്കെ ഇരു രാജ്യങ്ങളിലും തുറക്കുകയും ചെയ്തു. ഇതിനുശേഷം നല്ല രീതിയിൽ ഈ ഇരു രാജ്യങ്ങളെയും രാഷ്ട്ര നേതാക്കൾ പരസ്പരം സന്ദർശനം നടത്തുകയും സൗഹൃദ മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്നു. ആ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച കാലത്തുണ്ടായിരുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇറാനും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് സൗദിക്ക് നേരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണ്. ആദ്യം റാസ് അൽ നൂർ ആരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഇപ്പോഴിതാ അൽ ഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആദ്യം 2 ഡ്രോണുകൾ, ഇപ്പോൾ 5 ഡ്രോണുകൾ ആണ്. ഇതിൽ 7 സൗദി പ്രതിരോധ സേന തകർത്തു എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ജലീൽ കണ്ണമംഗലമാണ് സൗദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.